തളർത്തിക്കളയാമെന്ന് കരുതേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റെയ്ഡ് പെട്ടെന്നുണ്ടായ കാര്യമല്ല, ഇതൊരു തുടക്കം മാത്രമായിട്ടേ കാണുന്നുള്ളൂ. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് വലിയ മനസ്സംതൃപ്തി നൽകുന്ന കാര്യമാണ് നടന്നതെന്നും പിണറായി പറഞ്ഞു. ഏതായാലും ഇതൊന്നും ഒരു പെട്ടെന്നുണ്ടായ കാര്യമല്ല. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ ഇഡിയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. റെയ്ഡിന് പിന്നാലെ വീടിന് പുറത്തേക്കെത്തി പ്രവർത്തകരെ പിണറായി വിജയൻ അഭിവാദ്യം ചെയ്തു. എം വി ഗോവിന്ദനും പിണറായി വിജയനും മുഷ്ടി ചുരുട്ടി പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. പാർട്ടിക്ക് നേരെയുള്ള കടന്നാക്രമണമായി കണ്ട് പ്രതിരോധം തീർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയെയും പിണറായി വിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജനകീയമായ രീതിയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. നിയമപരമായ സമീപനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അത് പിണറായി വിജയനെ തകർത്തുകൊണ്ടാണ് സാധിക്കുക എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ, അവരുടെ ഭാഗത്തുനിന്നുള്ള ഈ കടന്നാക്രമത്തെ ശക്തിയായിട്ട് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇഡി റെയ്ഡിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPIM ആഹ്വാനം ചെയ്തു. വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, രാവിലെ ഇഡി റെയ്ഡ് തുടങ്ങിയത് മുതൽ തന്നെ CPIM അണികൾ, പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കടലായി ഇരമ്പിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുള്ളത്. മാത്രമല്ല ഇതിനെ അവർക്കിടയിലേക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങി വന്ന പിണറായി വിജയനും അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം മെൻഷൻ ചെയ്യുകയും ചെയ്തു. CPIMന്റെ തുടർ ദിവസങ്ങളിലുള്ള പദ്ധതിയും പ്രതിഷേധങ്ങൾ തന്നെയല്ലേ? കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIMനും മറ്റൊരു തരത്തിൽ ഇഡി റെയ്ഡ് ഒരു ആശ്വാസമാവുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും റെയ്ഡ് നടത്തിയതോടുകൂടി പിണറായി വിജയന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് നമ്മളെങ്ങും കണ്ടത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടുമൊക്കെ നടത്തിയ പ്രതിഷേധങ്ങളിലെല്ലാം CPIMനെയും അതുപോലെ പിണറായിയെയും പിന്തുണച്ചുകൊണ്ട് അവരുടെ പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായി വരികയായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. കടുത്ത പ്രതിഷേധത്തിലേക്ക് CPIM നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് മറ്റ് ജില്ലകളിലും ഉണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIMനെ സംബന്ധിച്ചിടത്തോളം ഇഡിയുടെ റെയ്ഡ് അത് പിണറായി വിജയനെതിരായ നീക്കമല്ല, മറിച്ച് CPIMനെതിരായ നീക്കമാണ് എന്നാണ് CPIM അതിനെ വിലയിരുത്തുന്നത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി MA ബേബി മുതൽ താഴേക്കുള്ള എല്ലാ നേതാക്കളും ഇതുതന്നെയാണ് രാവിലെ മുതൽ പറയുകയും ചെയ്തത്. ചുരുക്കത്തിൽ ഈ ഒരു സംഭവം, അതായത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ഇഡിയുടെ ഈ നീക്കം അത് പാർട്ടിക്കെതിരായ നീക്കമായി കണ്ടുകൊണ്ട് അതിനെ ശക്തമായി പ്രതിരോധിക്കുകയാണ് CPIM.